ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ച് ശ്രീനിലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രീനിലയത്തിൽ തനിക്ക് അത്രയും ആത്മബന്ധമുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ അതിനെന്ത് സംഭവിച്ചു, അതെങ്ങനെയാണ് മറ്റൊരാളുടെ കൈകളിൽ എത്തിയത്, ഇതൊക്കെ അറിയാഞ്ഞിട്ട് നമ്മുടെ സുമിത്രയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ച് ശ്രീനിലയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് ശ്രീനിലയത്തിൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് നമ്മുടെ സുമിത്ര തകർന്നു പോയി. താൻ പവിത്രമായി കൊണ്ടു നടന്ന തൻ്റെ വീട് ഇന്നൊരു മദ്യഷാപ്പ് പോലെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ കയറാൻ പാടില്ലാത്തവന്മാർ കയറി താമസിക്കുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നമ്മുടെ സുമിത്ര നിൽക്കുക. ഈ സമയത്ത് അവിടെ അകത്ത് ഭാര്യയും ഭർത്താവും കൂടെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. സുമിത്രയെ കണ്ട് സുമിത്ര വന്നാൽ ആകെ പ്രശ്നമാകുമെന്നുള്ള തിരിച്ചറിവിൽ. അങ്ങനെ സുമിത്ര അവരെ കണ്ടാൽ എല്ലാം കൈവിട്ട് പോകുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടെണ്ണങ്ങളും കൂടെ മുറിക്കകത്ത് കയറി ഒളിച്ചും പാത്തും അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും മുറിക്കകത്ത് കയറി ഒളിച്ചും പാത്തും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുമിത്രയെക്കുറിച്ച് ഇവിടെ നിന്ന് പരമശിവം ഗുണ്ടകളോട് പറയുക, അവർ വരട്ടെ, വന്ന് അവരുടെ നീക്കം എന്താണെന്ന് ആദ്യം അറിയട്ടെ, അതിനുശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ സുമിത്ര അവിടെ വന്ന് ഇങ്ങനെ ഇത് നോക്കി നിൽക്കുന്നു. ഇത് കണ്ടപ്പോഴേക്കും ഇയാൾ തിരിഞ്ഞു നിന്നിട്ട് ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുമിത്ര ഒന്നും മിണ്ടുന്നില്ലേ. സുമിത്ര കുറേ നേരമായിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങളോടല്ലേ ചോദിച്ചത് ആരാണെന്ന്, എന്താ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം സുമിത്ര ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാനാരാണെന്നോ, അത് കൊള്ളാവല്ലോ, കേട്ടോടാ, നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് നമ്മളാരാണെന്ന് ചോദിക്കുന്നു. ചേച്ചി ആൾ കൊള്ളാവല്ലോ, ഇതെങ്ങനെയാണ് നിങ്ങളുടെ വീടായതെന്ന് സുമിത്ര അന്നേരം ചോദിച്ചു. ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്നവരൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പം അതൊന്നും എനിക്കറിയില്ല, ഈ വീട് എനിക്ക് തന്നു, ഈ വീട്ടിലുള്ളവർ മാറി, അതിനപ്പുറം ഈ വീട്ടിൽ താമസിച്ചിരുന്നവർ എവിടെ താമസിക്കുന്നു, എവിടെ പോയി, എങ്ങോട്ട് വന്നു, ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ ചുമ്മാതൊന്നും നിങ്ങൾക്ക് ഈ വീട് കിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് നമ്മുടെ സുമിത്ര പറഞ്ഞു. എന്ത് ചതിപ്രയോഗത്തിലോട് ആണ് നിങ്ങൾ ഈ വീട് തട്ടിയെടുത്തത് എന്ന് സുമിത്ര ചോദിച്ചപ്പം, അത് കൊള്ളാം, ചതിപ്രയോഗത്തിലൂടെയോ, നിങ്ങൾക്ക് എന്താ പറ്റിയത്, ഞാനേ പറഞ്ഞ കാശ് ചുള പോലെ എണ്ണിക്കൊടുത്തിട്ടാണ് ഈ വീട് വാങ്ങിച്ചത്, അല്ലാതെ എനിക്കാരെയും ചതിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് കയറി കളിച്ചിരിക്കുന്നത് രഞ്ജിതയാണ്, അത് ഈ പറയുന്ന പരമശിവത്തിനും അറിയത്തില്ല, ഇവളാണ് ഇതിനകത്തെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സുമിത്ര ഇവരെ കാണരുത് എന്നുള്ള ആ ഒരു നിർബന്ധം ഈ പറയുന്ന രഞ്ജിതയ്ക്കും ഭർത്താവിനും ഉണ്ട്. കാരണം ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പരമശിവം ഇതിനകത്തെ ചതി തിരിച്ചറിയാം. പരമശിവം വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നുള്ള രീതിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശരിക്കും പേടിയുണ്ട് ഇവർക്ക്. അങ്ങനെ ഇവരിങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ മുറിക്കകത്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ സംസാരം, അതായത് സുമിത്രയുടെയും ഈ പരമശിവത്തിൻ്റെയും സംസാരമൊക്കെ ഇവർ അകത്തു നിന്ന് കേൾക്കുന്നുണ്ട്, എന്താ അവിടെ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ സുമിത്ര ഒട്ടും പുറകോട്ട് മാറിയിട്ടില്ല, വീറും വാശിയും ഒട്ടും സുമിത്രയ്ക്ക് മാറിയിട്ടില്ലെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. കാരണം സുമിത്രയെ ഒട്ടും തളർന്നിട്ടില്ല. ആ സംസാര രീതിയൊക്കെ കേട്ടിട്ട് നല്ല ജിൽ എന്ന് തന്നെയാണ് സുമിത്ര ഇങ്ങനെ നിൽക്കുന്നത്. ആ സംസാരമല്ല അതുപോലെ തന്നെ. അങ്ങനെ സുമിത്ര സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഇവർക്ക് ഒന്നുകൂടി ആദ്യം കൂടുക. ദൈവമേ, ഇവള് പഴയതിനേക്കാളും പത്തര മാറ്റമായിട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഒറ്റ ചിന്ത മാത്രം. അങ്ങനെ ഇവർ പേടിച്ച് വിറച്ചിങ്ങനെ അകത്ത് നിൽക്കുന്നു. ഈ സമയത്ത് പരമശിവമാണെങ്കിൽ സുമിത്രയോട് ഇവിടുന്ന് പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുമിത്രയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന ശീലമില്ലെന്നും ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് സുമിത്ര ഇടപെടാറുള്ളെന്നുള്ള കാര്യം സുമിത്ര ഇയാളോട് പറഞ്ഞു. നിങ്ങളോടാ ചോദിച്ചത്, ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്നവരെവിടെ? ഇവിടെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, അതുപോലെ സരസ്വതി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, ഇവർക്കൊക്കെ എന്താ പറ്റിയേ? അപ്പോൾ അതൊന്നും തനിക്കറിയില്ല, നിങ്ങൾ ആരോടാന്ന് വെച്ചപ്പോൾ അന്വേഷിക്കാനായിട്ട് പറഞ്ഞു ഈ പരമശിവൻ. എന്നിട്ട് സുമിത്രയോട് പോകാനൊക്കെ പറഞ്ഞേ. അപ്പോൾ സുമിത്രയോട് അതങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്കാണ് ദേഷ്യം വന്നു. സുമിത്ര പറഞ്ഞു, ഈ വീട് നിങ്ങൾ തട്ടിയെടുത്തത് ഏത് വഴിയിലൂടെയാണെങ്കിലും, നിങ്ങൾ ആരെയൊക്കെ ചതിച്ച് ഈ വീട്ടിലുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. ഇന്നു മുതൽ അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും, നിങ്ങൾ സൂക്ഷിച്ചോളാൻ പറഞ്ഞു സുമിത്ര. അപ്പോൾ ഇത്രയും നേരം നിന്ന് സംസാരിച്ച വ്യക്തി ആയിരുന്നില്ല ഇത്രയും വെല്ലുവിളികൾ നടത്തുമ്പോൾ. അതായത് പഴയ വീറും വാശിയോടും കൂടി ശ്രീനിലയത്തിൽ കയറി പരമശിവം എന്ന് പറയുന്ന ആ വലിയ ഗുണ്ടയെ വെല്ലുവിളിക്കാൻ മാത്രം നമ്മുടെ സുമിത്രയ്ക്ക് ധൈര്യം. അപ്പോൾ അത്രത്തോളം വെല്ലുവിളിച്ച ഇവള്
ചില്ലറക്കാരി അല്ല എന്ന് പരമശിവത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി. പരമശിവം എന്നിട്ട് ഈ സുമിത്ര ഇങ്ങനെ അന്താളിച്ച് നോക്കുക. ഓ, ചേച്ചി ആൾ കൊള്ളാവല്ലോ, ജാൻസി റാണിയാണോ എന്നുള്ള ഒരു രീതിയിലൊക്കെ എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ സുമിത്ര പറഞ്ഞു, നീ പുച്ഛിച്ചോ, എത്ര വേണമെങ്കിലും നീ പരിഹസിച്ചോ, പക്ഷേ നിന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നീ കണ്ടോളാൻ പറഞ്ഞു. ഈ വീട് നീ എങ്ങനെയാണ് തട്ടിയെടുത്തതെന്നും ഈ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ എവിടെയെന്നും നീ തന്നെ എന്നോട് പറയും. ആ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അതിനധികം താമസമൊന്നും ഇല്ലയെന്ന് സുമിത്ര പറയുക. അപ്പം അതും പറഞ്ഞ് സുമിത്ര ഇവനെ വെല്ലുവിളിക്കുന്നു. സുമിത്രയുടെ കാൽച്ചോട്ടിൽ ഇവൻ വരും എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇവനങ്ങ് പേടിച്ചിങ്ങനെ നിൽക്കുന്നത് പോലെയൊക്കെ അന്താളിച്ചിങ്ങനെ നിൽക്കുന്നു. സുമിത്ര അങ്ങ് പോയി. അപ്പോൾ സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൾ വെല്ലുവിളിച്ചത് കണ്ടില്ലേ അണ്ണാ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പം തന്നെ അവളെ തീർത്ത് കയ്യിൽ തരാമെന്ന് അടുത്തവൻ പരമശിവത്തിനോട് പറഞ്ഞു. അന്നേരം പരമശിവം വേണ്ട, ആ സ്ത്രീ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല, അവരത്ര ചില്ലറക്കാരിയായ ആളൊന്നും അല്ല എന്ന് പരമശിവൻ പറഞ്ഞു. അതുകൊണ്ട് അവരെ ബുദ്ധി കൊണ്ട് വേണം നേരിടാനെന്നും കയ്യൂക്കിൻ്റെ ഇതിൽ അവരുടെ അരികിൽ ഒന്നും നടക്കില്ല എന്നും തറപ്പിച്ച് പറയുക ഈ പരമശിവം. അങ്ങനെ പരമശിവം അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ, രഞ്ജിതയും ഭർത്താവും കൂടെ ഓടി ഇറങ്ങി വന്നു. പോയോ സുമിത്ര, പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ സുമിത്ര വെല്ലുവിളിക്കുന്നതൊക്കെ അകത്തുനിന്ന് കെട്ടിയവനും കേട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആശാത്തിയൊന്നും നടുങ്ങി. കാരണം സുമിത്രയെന്ന് പറയുന്ന ആ പെൺസിംഹം പല്ല് കൊഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ സുമിത്ര ഇങ്ങനെ പോയപ്പോൾ ഇവർ ജീവനും കൊണ്ട് ഇറങ്ങി വന്നു. എന്നിട്ട് പരമശിവത്തിനോട് ചോദിച്ചു, എന്താ പറഞ്ഞതെന്ന് നിങ്ങളും കേട്ട് കാണില്ലേ? അതെന്താ അവരങ്ങനെയൊക്കെ പറഞ്ഞത്? ഈ വീട്ടിൽ എന്താ വേറെ ആരെങ്കിലും താമസം ഉണ്ടായിരുന്നോ? ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥൻ്റെ കാര്യം അത് നിങ്ങളെങ്ങനെയാ റെഡിയാക്കിയത്? കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യമില്ലെന്നേ, ഈ വീട്ടിൽ ഒരു കാര്യമില്ല, സിദ്ധാർത്ഥ് തന്നെയാണല്ലോ ഈ വീട് വിൽക്കാനൊക്കെ ആയിട്ട് തയ്യാറായത്. അതൊക്കെ പരമശിവത്തിനും അറിയാവുന്നതല്ലേ. പൊന്നു മക്കളെ, ഇത് കളി ഇവിടം കൊണ്ടൊന്നും നിൽക്കത്തില്ല. അവരുടെ സംസാരവും രീതിയൊക്കെ കേട്ടിട്ട് അവരൊന്നേന്ന് തുടങ്ങുമെന്നാണ് തോന്നുന്നത്. രോഹിത്തിൻ്റെ മരണം, അതുപോലെ സിദ്ധാർത്ഥിൻ്റെ തിരോധാനം, ശ്രീനിലയത്തിൻ്റെ ആ ഒരു ദുരൂഹത, ഇതൊക്കെ അവർ പൊക്കും. അവസാനം കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാതെ ഇരിക്കാൻ പോകുന്നതേ നിങ്ങളാ. അതുകൊണ്ട് സുമിത്രയെന്ന് പറയുന്ന ആ വൻ വൃക്ഷത്തെ എങ്ങനെയാണ് തളയ്ക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കാൻ പറഞ്ഞു. അതിനല്ലേ ഞങ്ങൾ പരമശിവത്തിനോട് ഞങ്ങളുടെ ആ ഒരു ആവശ്യം പറഞ്ഞത്. എനിക്കങ്ങനെ പെട്ടെന്ന് നേരിട്ട് കയറി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങളായിട്ട് പറഞ്ഞാൽ മതി. അതിനുശേഷം ഞാൻ തീരുമാനിക്കും അതിൻ്റെ തുകയും കാര്യങ്ങളും ഒക്കെ. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ നടത്താമെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇയാൾ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു. അപ്പോൾ ഇവന് പൈസ മാത്രം മതിയല്ലോ എന്നുള്ള ആ ഒരു ചിന്തപ്പെട്ടത് ഇവരുടെ മനസ്സിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് ഇവർ ആ ഒരു രീതിയിൽ ഇങ്ങനെ അവിടെ ചിന്തിച്ച് നിൽക്കുക. എന്തായാലും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു പരമശിവർ. എന്നിട്ട് പേടിച്ച് പോകും. അപ്പോഴത്തേക്ക് സുമിത്ര പോയോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ സുമിത്ര പോയോ എന്നൊക്കെ നോക്കിയാൽ പോണേ. അങ്ങനെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പരമശിവം ഇനി വളരെയേറെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനെന്നും ഈ പോയവരുടെ നേരെയും ഒരു കണ്ണ് വേണമെന്നുള്ള കാര്യം കൂടെയുള്ളവന്മാരോട് പറയുക. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ സുമിത്ര വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുന്ന സുമിത്രയെ നോക്കി അവരവിടെ കാത്തിരിക്കുക. കാരണം അവർക്കുള്ളിൽ ടെൻഷനായി. കാരണം ഈ സുമിത്ര പോയിട്ട് വരുന്നില്ല, എന്തായി കാണും എന്നറിയില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. അങ്ങനെ അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈ സമയത്താണ് നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നത്. സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്ന് ആശ്വാസമായത്. ഇവർ വേഗം തന്നെ, ചേച്ചി ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ചേച്ചി എന്ന് ഓർത്ത്. പ്രശ്നം ഉണ്ടാക്കാനോ? ഞാനെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ പ്രശ്നം ഉണ്ടാക്കാനല്ലല്ലോ പോയത്, ഞാൻ ശ്രീനിലയത്തെക്കുറിച്ച് അറിയാനല്ലേ പോയതെന്ന് സുമിത്ര നേരത്തേക്കും ഇവരോട് പറഞ്ഞു. ചേച്ചി ശ്രീനിലയത്തെക്കുറിച്ച് അറിയാനാണ് പോയതെങ്കിലും അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരോടൊക്കെ ഇനി ദേഷ്യത്തോടെ പെരുമാറുമോ എന്നൊന്നും അറിയില്ലല്ലോ. അവിടെ ചേച്ചിയുടെ ആത്മാവുറങ്ങുന്ന വീടല്ലേ. ആ ഒരു ഇതിലിങ്ങനെ സംസാരിച്ചു. കാരണം ചേച്ചിയുടെ ആത്മാവ് അവിടെ തന്നെയാണ്, ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളൊരു രീതിയിൽ. ആ വീടിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ചേച്ചിക്കൊരു സമാധാനം ഉണ്ടാകില്ല എന്ന് ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേടി എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ദീപു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ചോദ്യത്തിനൊന്നും മറുപടി അവിടുന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാനായിട്ട് തന്നെ കണ്ടെത്തും. ശ്രീനിലയത്തിന് എന്താ സംഭവിച്ചതെന്നും ശ്രീനിലയത്തിൽ ഉണ്ടായിരുന്നവർക്ക് എന്താണ് സംഭവിച്ചതെന്നും താനായിട്ട് കണ്ടെത്തുമെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ ദീപുവിനോട് പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചേച്ചി ഇനി വേണ്ടാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട ചേച്ചി എന്ന് പറഞ്ഞു. ഞാനൊരു പ്രശ്നങ്ങൾക്കും പോകുന്നില്ല, മറിച്ച്
എന്താണ് ശ്രീനിലയത്തിന് ഇന്ന് സംഭവിച്ചത് എന്നെനിക്ക് അറിഞ്ഞേ തീരൂ എന്ന് സുമിത്ര ഒരു വീറും വാശിയോടും കൂടി ഇങ്ങനെ അനിയനോട് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.